ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട ആക്റ്റീവ 5G നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കതിനകത്ത് മെയിനായിട്ട് പറഞ്ഞത് ജനറൽ സർവീസ്, സ്ലോ സ്പീഡിൽ വണ്ടി ഓഫായി പോകണ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യുക. എത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ്. ഇപ്പോൾ കിലോമീറ്റർ ഓടിക്കുന്നത് 55,719, അതായത് 55,719 കിലോമീറ്റർ നമുക്ക് മീറ്റർ റീഡിങ് കാണിക്കുന്നുണ്ട്. നമ്മൾ സർവീസിനായിട്ട് കയറ്റി വണ്ടി സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഴിക്കുന്നുണ്ട്. വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് ആ സ്ലോ സ്പീഡിൽ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് അത്ര വലിയ ഇഷ്യൂ ആക്കണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ചെറിയൊരു പ്രോബ്ലം കാണിക്കും, അത് രാവിലെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കാണിക്കുക. വണ്ടി ഓടി ചൂടാവുമ്പോൾ താരതമ്യേന കംപ്ലയിൻറ്റ് കുറയുകയും ചെയ്യും. അത് ഇപ്പോഴത്തെ പെട്രോളുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നമാണ്. അത് തൽക്കാലം മൈൻഡ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് വണ്ടി കയറ്റി ബാക്ക് ബ്രേക്ക് തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഈ സർവീസും കൂടി നമുക്ക് ഉപയോഗിക്കാനുണ്ട്. കമ്പനി ലൈനർ കിടക്കണേ. അതേപോലെ ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പിളയൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്ക് ടയറായാലും പുതിയ ടയർ കിടക്കണേ. ഹബിനും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഇല്ല. ബാക്കിലത്തെ ഈ ഭാഗം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്കിത് ഇവിടെ ഒരു ഓയിൽ ലീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആരംഭമാണ്. നമുക്ക് തൽക്കാലം ഞാൻ അതിൻ്റെ ഗിയർ ഓയിലൊക്കെ ചെക്ക് ചെയ്ത് ലെവൽ കുറവുണ്ടെങ്കിൽ അതൊക്കെ ടോപ്പ് ചെയ്തിടാം. പോകെ നമുക്കിത് ഈ സൈഡ് ഓയിൽ ലീക്ക് ചെറുതായിട്ട് കൂടും. നമുക്ക് അടുത്ത സർവീസ് എന്ന് പറഞ്ഞാൽ 4 മാസം കഴിയുമ്പോൾ നമുക്ക് സർവീസ് വരാം. ഡിസംബർ ഏകദേശം നമുക്ക് 17-ാം തീയതി സർവീസ് പീരീഡ് വരും. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്കിവിടെ ഓയിലിൻ്റെ ലെവൽ ലീക്ക് കൂടുതൽ എന്തെങ്കിലും വരാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസ് നമുക്ക് കയറ്റി അതിൻ്റെ അഴിച്ച് ഓയിൽസിൽ മാറണം. ഇത് അഴിക്കുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഏകദേശം നമുക്കൊരു 1000 തുടങ്ങി 1250 രൂപ വരെ നമുക്ക് ചുരുങ്ങിയത് നമുക്കിത് ചിലവ് വരും. ലേബറും പാർട്സ് എല്ലാം കൂടിയിട്ട്. അഴിക്കുമ്പോൾ ബെയറിങ് അടക്കം നമുക്ക് എല്ലാം മാറ്റിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഇപ്പം നിലവിൽ ബെയറിങ്ങിന് പ്ലേ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തൽക്കാലം ഈ തവണ സർവീസിൽ അങ്ങോട്ട് പെൻഡിങ് ആയിട്ട് വിടാം. നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് നോക്കിയിട്ട് 99% നമുക്ക് അടുത്ത സർവീസിൽ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ചെക്ക് ചെയ്തു. എയർ ഫിൽറ്റർ നമ്മൾ നോക്കുമ്പോൾ പുതിയ ഫിൽറ്റർ കിടക്കണം, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണം കേട്ടോ. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനാണ്. നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ക്ലച്ച് ഭാഗം നമ്മൾ അഴിക്കുന്നുണ്ട്. CVT ക്ലച്ചാണ്. മാനുവലായിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത് ഗ്രീസിങ് ആവശ്യമായത് ഗ്രീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ്. നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ക്ലച്ച് ഭാഗം ഇരിക്കുന്നത്. കാര്യമായിട്ടുള്ള പൊടി പോലും ഇല്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് അത് കേട്ടോ. നമുക്ക് അതിന് ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി. ബെൽറ്റ് ഹോണ്ട ബാൻഡോ എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെ കിടക്കണേ. നിലവിൽ കമ്പനി ബെൽറ്റ് കിടക്കണം കേട്ടോ. ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. വർക്ക് ചെയ്യുന്നുണ്ട്. വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. അതേപോലെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. നോർമൽ തേയ്മാനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും വന്നിട്ടില്ല. ക്ലച്ച് യൂണിറ്റ് അതിൽ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതൊക്കെ ഓക്കെയാണ് കേട്ടോ. കിക്കർ വീലൊക്കെ അതിലൊന്ന് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ഇത് നമ്മൾ കറക്റ്റ് സർവീസ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഈ ഭാഗങ്ങളൊന്നും വേറെ ഡാമേജ് കാര്യങ്ങളൊന്നും വരാണ്ട് നമുക്ക് മാക്സിമം ഉപയോഗിക്കാം. ഇപ്പോൾ ഏകദേശം 50,000 കിലോമീറ്ററായി. മേജറായിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ക്ലച്ചിനകത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ ആ രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഇവിടെ ചെറിയ ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട്. കവർ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ ലീക്ക് സ്റ്റാർട്ടിങ്ങാണ്. അത് കൈയോടെ നമുക്ക് ഗ്യാസ്കറ്റ് അഴിച്ച് മാറ്റി റീസെറ്റ് ആക്കാം. അത് ഓവർ ഹീറ്റിംഗ് വന്ന ഭാഗം. നമുക്കിപ്പോൾ എഞ്ചിൻ ഹെഡ് എന്ന് പറഞ്ഞാൽ നല്ലോണം ചുട്ട് പഴുക്കുന്ന ഭാഗമാണ് അതൊക്കെ. അപ്പോൾ അവിടെ റബ്ബർ ടൈപ്പാണ് ഗ്യാസ്കറ്റ് വരിക. അപ്പോൾ അത് കുറേ ഓടുമ്പോഴത്തേക്ക് അത് ലീക്കേജ് കാണിക്കും. അപ്പോൾ അത് അഴിച്ച് മാറ്റി, ലീക്ക് വന്നു കഴിഞ്ഞാൽ അഴിച്ച് മാറ്റിയിടാന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് മാറ്റി കളയാം. പിന്നെ ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്തു, ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെക്ക് ചെയ്തു. ഇത് രണ്ടിനും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഇല്ല. ഞാൻ ഈ പറഞ്ഞ സ്ലോ സ്പീഡിൽ വണ്ടി നിർത്തുമ്പോൾ വണ്ടി ഓഫായി, ഓടി വരുമ്പോൾ ഒക്കെ ഓഫായി പോകുന്ന റീസൺ എന്ന് പറഞ്ഞാൽ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ്. ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നത് E20 എന്ന് പറയുന്ന പെട്രോളാണ്. ഇപ്പോൾ നമ്മൾ വാർത്തയിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ദൂഷ്യഫലങ്ങൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ നമുക്ക് ഓവർഫ്ലോ, താഴേക്ക് പെട്രോൾ വെറുതെ ചാടി പോകുന്ന കംപ്ലയിൻറ്റ് നമ്മുടെ വണ്ടിക്ക് ഇല്ല. പിന്നെ രാവിലെ സ്റ്റാർട്ടാവാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെയുള്ള കംപ്ലയിൻ്റാണ് ഈ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ്. അത് അതിൻ്റെ ഉള്ളിൽ വന്ന മറ്റേ ജെറ്റുകൾ ബ്ലോക്ക് വരുമ്പോൾ വന്ന പ്രശ്നമാണ്. കാരണം E20 പെട്രോൾ കാർബറേറ്ററിൻ്റെ ചേമ്പറിൽ കിടക്കുമ്പോൾ കുറേ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു ജെല്ല് പോലെ സ്ലഡ്ജ് അടിഞ്ഞു കൂടും. അത് നമുക്ക് ഈ വളരെ ചെറിയ നോസിലാണ് ഈ ജെറ്റുകൾ, ഐഡിൽ ജെറ്റും മെയിൻ ജെറ്റൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഹോളുകളൊക്കെയാണ്. മെയിൻ ജെറ്റിനേക്കാളും വളരെ ചെറുതാണ് ഈ ഐഡിൽ ജെറ്റിൽ വന്ന ബ്ലോക്ക്. അത് ശരിക്കും ആ ജെറ്റുകൾ ബ്ലോക്ക് വരുമ്പോഴാണ് ഈ വന്ന പ്രശ്നങ്ങൾ. അതെന്നാൽ ഫുൾ ബ്ലോക്ക് ആയിട്ടുമില്ല നമ്മുടെ വണ്ടിക്ക്. ആരംഭമാണ്. പരമാവധി ഉപയോഗിക്കുക. ഒരു രക്ഷയില്ല. ഒരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ മാത്രം കാർബറേറ്റർ അഴിക്കുക. ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് നോക്കി. റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് ഓവർഫ്ലോ ഇല്ല. റീസെറ്റ് ചെയ്യുന്ന സമയത്ത് കംപ്ലയിൻറ്റ് ഓവർഫ്ലോൻ്റെ പ്രശ്നം വരാനുള്ള സാധ്യത 99%. 1% നമുക്കത് ക്ലിയർ ആവാനുള്ള സാധ്യതയുള്ളൂ. ഇനി അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തു എന്ന് കരുതാം. ഇന്നില്ലെങ്കിലും ചിലപ്പോൾ നാളെ വന്നേക്കാം. അതാണ് സിറ്റുവേഷൻ. അതുകൊണ്ടാണ് നമ്മൾ പറയണേ, നമ്മൾ പരമാവധി അഴിക്കാതെ നമുക്ക് ഉപയോഗിക്കാം. ഒരു രക്ഷയില്ലെങ്കിൽ മാത്രം നമുക്ക് അഴിച്ചാൽ മതി. പിന്നെ ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വരുന്നില്ല. നമ്മൾ ഈ കാശ് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഏകദേശം ഒരു 500-550 രൂപ ചിലവുണ്ട്.
ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചു ആ കംപ്ലയിൻറ്റ് വന്നാൽ ഈ 500-550 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും, പുതിയ കാർബറേറ്റർ മേടിച്ച് വെക്കേണ്ടിയും വരും. എന്നാലാണ് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത്രയും പ്രശ്നമുള്ളത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അത് മൈൻഡ് ചെയ്യേണ്ട, ഈ രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുക. ഒരു രക്ഷയില്ലാത്തൊരു കണ്ടീഷൻ വരുമ്പോൾ പിന്നെ മാർഗ്ഗമില്ല, അഴിക്കുക, ക്ലീൻ ചെയ്ത് നോക്കാം, പറ്റില്ലെങ്കിൽ മാറ്റാം. അഴിക്കുമ്പോൾ തന്നെ അറിയാം ക്ലീൻ ചെയ്താൽ കിട്ടുമോ ഇല്ല എന്നുള്ള കേസ്. അങ്ങനെ ക്ലീൻ ചെയ്താൽ കിട്ടുമെന്നൊരു പെർസെൻറ്റേജിൽ സാധ്യത ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ നേരെ മാറ്റി പുതിയത് വയ്ക്കാം. ഇതാണ് നിലവിൽ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കേട്ടോ. പിന്നെ ഇത് വണ്ടിക്ക് അത്യാവശ്യം ഡെയിലി ഓട്ടം ഉള്ളത് കൊണ്ടാണ് വണ്ടിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ വരാതെ. ഓട്ടം കുറവുള്ള വണ്ടിയാണെങ്കിൽ ഒരാഴ്ചക്കുള്ള വണ്ടിക്ക് കംപ്ലയിൻറ്റ് വരും. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ കേട്ടോ, അറിഞ്ഞിരിക്കുക. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകൾ, ഗ്രീൻ ബുഷ് താരതമ്യേന നമുക്ക് സാധാരണ സർവീസുകളിൽ അഴിക്കുമ്പോൾ മാറ്റേണ്ടി വരാറുണ്ട്. ഇതിപ്പോഴും അത് തന്നെയാണ് അവസ്ഥ, അത് മാറ്റിയിടാം. കോളറിൻ്റെ ബുഷ് ചെറിയ തേയ്മാനമുണ്ട്, നമുക്ക് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നോക്കാം, പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റിയിടേണ്ടി വരും. പിന്നെ ഗട്ടറിൽ ചാടുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു അടി വരുന്നുണ്ട്, അത് കോൺസെപ്റ്റിൻ്റെ ഹാൻഡിലിൻ്റെ ബെയറിങ് കംപ്ലയിൻ്റ് ഉണ്ട്. തൽക്കാലം നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കാം. ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന ബെയറിങ്ങാണ്, ഞാൻ ചെയ്ത് നോക്കാം, കിട്ടുമെന്നുള്ള ദിവസം ഉറപ്പൊന്നുമില്ല. ബൈ ചാൻസ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വരുമ്പോൾ അടുത്ത സർവീസുകളിലെ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ നമുക്കത് അഴിച്ച് മാറ്റിയിടാം. ഈ ഭാഗത്ത്, അതായത് ഇതിൻ്റെ ഈ ഹാൻഡിൽ തിരിയുന്ന ഈ ഭാഗത്താണ് അതിൻ്റെ ബെയറിങ് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെയറിങ് കംപ്ലയിൻറ്റ് കാണിക്കുകയാണ് കൂടുതലായിട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി കളയേണ്ടി വരും. അത് നമുക്ക് നെക്സ്റ്റ് സർവീസിൽ ചെയ്താലും മതി. അപ്പോൾ അടുത്ത സർവീസിലേക്ക് നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഓയിൽ ലീക്ക് പ്രശ്നമായിട്ട് വരും. ഹാൻഡിൽ ബെയറിങ് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ, നമുക്ക് ബുദ്ധിമുട്ട് കാണിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തതിൽ നമുക്ക് ഹാൻഡിൽ ബാറിൻ്റെ ബെയറിങ്, അതായത് കോൺസെപ്റ്റും മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. ഫ്രണ്ടിലത്തെ ടയറും പുതിയ ടയർ അടക്കണം, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ സ്പാർക്ക് പ്ലഗ് ഒക്കെ നമുക്ക് കിടക്കുന്നത് പുതിയതാണ്. എയർ ഫിൽറ്റർ മാറ്റിയപ്പോൾ കൂട്ടത്തിക്കട പുതിയ പ്ലഗ് ഇട്ടാണ്, സെക്കൻഡറി ഫിൽറ്ററും ക്ലീൻ ചെയ്തിടാം. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിലും മാറ്റാം. അത്രയാണ് മെയിനായിട്ടുള്ളത്. അപ്പം കാര്യമായിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് നമുക്കിപ്പോൾ വേണ്ട. എഞ്ചിൻ ഓയിൽ ബോൾട്ട് വാഷ്, ഓറിങ്, അത്രയും നമുക്ക് ചെയ്യാം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഗ്രീൻ ബുഷ് മാറ്റാം. കോളർ നമുക്ക് ആവശ്യമാക്കി കോളർ കൂടി മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ നിലവിൽ ബാക്കിയത് അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ കാർബറേറ്ററും ഈ പറഞ്ഞ പോലെ കംപ്ലയിൻസൊക്കെ കാണിക്കും, ആ സമയത്ത് ചെയ്താൽ മതി. ഹെഡിൻ്റെ ആ ലീക്കുള്ള ഗ്യാസ്കറ്റുകൾ മാറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2025 ബാറ്ററിയാണ്, പുതിയ ബാറ്ററിയാണ് കേട്ടോ, വാറണ്ടി പീരീഡിലുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നെ വേറെ നമുക്ക് എന്നാലും ടെസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. 13 വോൾട്ട് കാണിക്കുന്നുണ്ട്, ലോഡ് കൊടുക്കുമ്പോൾ 12.6 ഇഞ്ചിൽ. അപ്പം നല്ലൊരു ബാറ്ററിയുടെ ഭാഗത്തൊന്നും വേറെ പ്രോബ്ലം ഇല്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം, വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് സർവീസ് വരുന്നത് ഡിസംബർ മാസമാണ്. ഡിസംബർ നമുക്ക് 17-ാം തീയതി ആയിട്ട് വരും. അപ്പോൾ ഇന്ന് 17-ാം തീയതിയാണ്, അടുത്ത ഡിസംബർ 17-ാം തീയതിയാണ് അടുത്ത സർവീസ് വരാം. ഓൾറെഡി ഞാൻ അതിനകത്തേക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ടേക്കാം. അതിൻ്റെ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് പ്രീ ബുക്കിംഗ് ആയിട്ട് ചെയ്തിട്ടേക്കാം. അതും പ്രകാരം കറക്റ്റായിട്ട് സർവീസ് ചെയ്യാൻ നോക്കാം. ആ സമയത്ത് ലീക്കിൻ്റെ കേസ് പ്രശ്നമാണെങ്കിൽ നമുക്ക് ആ സർവീസിന് ചെയ്യാം. അതേപോലെ ഹാൻഡിൽ ബെയറിങ്ങിൻ്റെ കേസ്, ഹാൻഡിൽ ബെയറിങ്ങും ആ കൂട്ടത്തിൽ കൂടെ വേണമെങ്കിൽ കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് അതുകൂടി മാറ്റിക്കളയാം. ഓക്കെ.